പ്രഭാതമാണ് സത്യം. വലയാലിൻ അശ്ർ 10 ദിവസങ്ങളാണ് സത്യം. വശഫഇ ഇരട്ടയായ ദിവസമാണ് സത്യം. വൽവത്രി ഒറ്റയായ ദിവസമാണ് സത്യം. വല്ലൈലി ഇദാ യസ്ർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രാത്രിയാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശിഷ്ടമായ ചില സമയങ്ങളെയും സന്ദർഭങ്ങളെയും ഒക്കെ വിശുദ്ധമായ ഖുർആനിൽ സത്യത്തിന് വേണ്ടി ഉപയോഗിച്ചത് പ്രിയപ്പെട്ടവരെ നമുക്ക് അതിന്റെ മഹത്വം മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹു തആല ഒരു വസ്തുവിനെ പിടിച്ച് സത്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വസ്തുവിനെ പിടിച്ച് സത്യം ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളെക്കാൾ പവിത്രതയുള്ള ഒരു വസ്തുവിനെയാണ് പ്രിയപ്പെട്ടവരെ നാം സത്യത്തിന് ഉപയോഗപ്പെടുത്താറുള്ളത്. കഅബയാണ് സത്യം, പള്ളിയാണ് സത്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത് നമ്മളെക്കാൾ മഹത്വവൽക്കരിച്ചുകൊണ്ടാണ് ഒരു സത്യത്തിന് വേണ്ടി നാം ഉപയോഗപ്പെടുത്തുന്ന ഏത് വസ്തുക്കളായാലും അതങ്ങനെയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് അള്ളാഹുവിനേക്കാൾ മഹത്വമുള്ള എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അല്ലാഹു അക്ബർ. നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ നിസ്കാരത്തിൽ ഉടനീളം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യമാണ് അല്ലാഹു അക്ബർ. അള്ളാഹു മഹോന്നതനാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹു വലിയവനാണ് എന്ന് അർത്ഥം പറയാറുണ്ട്. ആ പറഞ്ഞതിന്റെ അർത്ഥം വലിയ നീട്ടമുള്ള ആളും വലിയ തടിയുള്ള ആളുമാണ് എന്നല്ല. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ വിചാരിക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. പിന്നെയോ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു എല്ലാത്തിനേക്കാളും മഹോന്നതനാണ് എന്ന അർത്ഥത്തിനാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. എല്ലാത്തിനേക്കാളും മഹത്വമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് 10 രാത്രിയെ പിടിച്ച് സത്യം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ. അതുപോലെ ഒറ്റയായ ഒരു രാത്രിയെ, ഒരു ദിവസത്തെ പിടിച്ച് അല്ലാഹു സത്യം ചെയ്യുന്നു. ഇരട്ടയായ ഒരു ദിവസത്തെ പിടിച്ച് അല്ലാഹു സത്യം ചെയ്യുന്നു. എന്താണ് ഇതിന്റെ താല്പര്യം? റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വ്യക്തമാക്കി പറയുന്നു, അല്ലാഹു തആല ഏതെങ്കിലും വസ്തുക്കളെ പിടിച്ച് സത്യം ചെയ്താൽ അതിന് വലിയ മഹത്വമുണ്ട്, കാര്യമായി നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു തആല ഇത്തരം വസ്തുക്കളെ പിടിച്ച്, സമയങ്ങളെ പിടിച്ച് സത്യം ചെയ്യുന്നത്. വൽ ഫജ്രി പ്രഭാതമാണ് സത്യം. പ്രഭാതം മഹത്വമുള്ളതാണെന്ന് ആർക്കെങ്കിലും തർക്കമുണ്ടോ? പ്രഭാതം വലിയ ബറക്കത്തുള്ള സമയമാണ്. കഴിഞ്ഞ 1-2 പ്രാവശ്യങ്ങളിലൊക്കെ വിശദമല്ലെങ്കിലും ഞാൻ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് പോകുകയല്ല. ഈ ലോകത്ത് തന്നെ പടക്കാൻ കാരണക്കാരനായ മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് പൂജാതനായത് പ്രഭാതത്തിലായിരുന്നു. എന്തുകൊണ്ടാണ് അല്ലാഹു തആല ആ സമയത്തെ തെരഞ്ഞെടുത്തത്? സമയങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് പ്രഭാത സമയം പ്രിയപ്പെട്ടവരെ. പിന്നെ അല്ലാഹു പറയുന്നത് വലയാലിൻ അശ്ർ 10 ദിവസങ്ങളാണ് സത്യം. ഏതാണ് 10 ദിവസങ്ങൾ? പ്രിയപ്പെട്ടവരെ, ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളാണ് ഇതുകൊണ്ട് വിവക്ഷിക്കുന്നതെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്. ദുൽഹിജ്ജ വലിയ പവിത്രതയുള്ള ദിവസമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, 3 പത്തുകൾക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട്. ഒന്ന് റമദാനിന്റെ 10 ദിവസങ്ങൾ, അവസാന 10 ദിവസങ്ങൾ. ഇനി വരാനിരിക്കുന്ന മുഹറം മാസത്തിന്റെ 10 ദിവസങ്ങൾ, അതുപോലെ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾ. എന്നാൽ നമ്മൾ ആലോചിക്കണം, സത്യം പറഞ്ഞാൽ റമളാനിന്റെ പകൽ 10 ദിവസങ്ങളെക്കാളും കൂടുതൽ ശ്രേഷ്ഠതയുള്ള ദിവസമാണ് ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട്? എന്താണ് പറഞ്ഞത്? റമളാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളുടെ പകൽ സമയങ്ങളുണ്ട്. ആ പകൽ സമയത്തെക്കാളും ശ്രേഷ്ഠതയുള്ളത് ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾക്കാണ്. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾക്കാണെന്ന് ആരാണ് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ.
ഈ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളിൽ ഒരു മനുഷ്യൻ നിർവഹിക്കുന്ന സുഹൃത്തുക്കളെക്കാൾ ശ്രേഷ്ഠമായ ഒരു അമലുമില്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോ ഖാലൂ യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്. സ്വഹാബത്തിന്റെ സംശയത്തെ പ്രിയപ്പെട്ടവരെ ഉടനെ ദൂരീകരിക്കുകയാണ്. അല്ല, എന്ത് സുഹൃതം ചെയ്താലും ഈ 10 ദിവസത്തേക്കാൾ പുണ്യമുള്ള അമലിനേക്കാൾ പുണ്യമുള്ള ഒരു കാര്യവുമില്ലെന്ന് പറയുന്ന കൂട്ടത്തിൽ ജിഹാദോ എന്ന് പ്രിയപ്പെട്ടവരെ സ്വഹാബത്ത് ചോദിക്കുകയാണ്. അഥവാ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളിൽ അല്ലാത്ത ഒരു ദിവസം ഉപയോഗപ്പെടുത്തി ഒരാൾ ജിഹാദ് ചെയ്താൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്താൽ, പ്രിയപ്പെട്ടവരെ മുഹറമിന്റെ ദിവസങ്ങളാ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന സുഹൃതത്തേക്കാൾ ശ്രേഷ്ഠമാവുകയില്ലയോ എന്ന് പ്രിയപ്പെട്ടവരെ നബിതങ്ങളോട് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്. ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളല്ലാത്ത ഒരു ദിവസം ഒരാള് എത്തുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ ജിഹാദും അതാ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന സുഹൃത്തത്തെക്കാളും വലുതല്ല എന്ന് പറയുന്നത് പ്രവാചകനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. പിന്നുണ്ട്, ഒരാള് ജിഹാദിന് പോയി അദ്ദേഹത്തിന്റെ സ്വന്തം മുതലും സമ്പത്തും ശരീരവും ഒക്കെ ഉപയോഗിച്ച് അദ്ദേഹം ജിഹാദിന് പോയിട്ട് പ്രിയപ്പെട്ടവരെ അദ്ദേഹം ആ യുദ്ധക്കളത്തിൽ ഷഹീദായി അദ്ദേഹം തിരിച്ചു പോരാൻ പറ്റാത്ത വിധം അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി മാറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ജിഹാദ് ഈ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളിൽ നിർവഹിക്കുന്ന സൽക്കർമ്മത്തെക്കാൾ മഹത്വമുള്ള ഒരു കാര്യമാണെന്ന് ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ദുൽഹിജ്ജ വലിയ മാസമാണ്. അതിനുള്ള സൽക്കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ സത്യത്തിൽ അതിന്റെ ഗൗരവം എത്ര വലുതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ ദുൽഹിജ്ജയിൽ ഇനി വരാനിരിക്കുന്ന അറഫായുടെ ദിനം പ്രിയപ്പെട്ടവരെ, അതാണ് വൽ വത്ർ എന്ന് പറയുന്നത്. ഒറ്റയിട്ട രാവിലെ തന്നെയാണ് സത്യം. അതേതാണ്? അറഫയാണ്. ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് പറയാനുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ആ അറഫാ ദിവസമുണ്ടല്ലോ, റമദാനിലെ ലൈലത്തുൽ ഖദ്ർ, അറഫയുടെ പകല് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധമായ റമദാനിന്റെ പകലിനേക്കാൾ മഹത്വമുള്ളതാണെന്ന് അറഫയെ കുറിച്ച് മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, അറഫാ ദിവസമാണ് 9ാം ഒറ്റയിട്ട രാവായ അല്ലാഹു തആല പറഞ്ഞ ഒറ്റ കൊണ്ട് വിവക്ഷിക്കുന്നതെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇരട്ടയായ ദിവസത്തെ തന്നെയാണ് സത്യം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. അത് പെരുന്നാളിന്റെ ദിവസമാണെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ ദുൽഹിജ്ജയുടെ വരാനിരിക്കുന്ന ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾ മൊത്തത്തിൽ അത് വളരെ ശ്രേഷ്ഠതയുള്ള ദിവസമാണെന്ന് വിശദീകരിക്കാൻ വേണ്ടി 10 ദിവസങ്ങളാണ് സത്യമെന്ന് പറയുന്നു. പിന്നെ അല്ലാഹു അറഫയെ ഒറ്റയിട്ട ദിവസം എന്ന നിലയിൽ പ്രത്യേകം അതിനെ പ്രിയപ്പെട്ടവരെ പരാമർശിക്കുന്നു. അതിനുശേഷമുള്ള പെരുന്നാൾ ദിവസത്തെ അല്ലാഹു തആല സത്യം ചെയ്തുകൊണ്ട് പറയുന്നു. എന്തിനു വേണ്ടിയാണ് അല്ലാഹു സത്യം ചെയ്യുന്നത്? അടിമകളായ നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി. ഈ ദുൽഹിജ്ജ മാസത്തിന്റെ മഹത്വവും അതിൽ ചെയ്യുന്ന സുഹൃതങ്ങളും പ്രിയപ്പെട്ടവരെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണെന്ന് വിവരിച്ചു തരുന്നതിന് വേണ്ടിയാണ്. നിങ്ങളെ പിടിച്ച് സമയത്തെ പിടിച്ച് സത്യം ചെയ്തതിന്റെ കാര്യമെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് ഈ ദുൽഹിജ്ജ മാസത്തിലെ ഈ 10 ദിവസങ്ങൾക്ക് ഇത്രയും വലിയ മഹത്വം ഉണ്ടാകാനുള്ള കാരണം? റളിയല്ലാഹു അൻഹു പറയുകയാണ്, والذي يظهر أن السبب في امتياز 10 ذي الحجة لمكان اجتماع أمهات العبادة فيه. ഒരു മുസ്ലിമായ മനുഷ്യൻ നിർവഹിക്കാനുള്ള ഒട്ടുമിക്ക സുഹൃതങ്ങളും സംഗമിക്കുന്നത് ഈ ദുൽഹിജ്ജ മാസത്തിലാണ്. നോമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ നോമ്പുണ്ട്. സദഖയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉദ്ഹിയ്യത്തുണ്ട്. നിസ്കാരമുണ്ടോ എന്ന് ചോദിച്ചാൽ പെരുന്നാൾ നമസ്കാരമുണ്ട്.
പ്രിയപ്പെട്ടവരെ, അതുപോലെ ഹജ്ജുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിൽ മാത്രമാണ് ഹജ്ജുള്ളത്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും സുഹൃതങ്ങൾ എല്ലാതും കൂടി ഉൾക്കൊണ്ടത് ഈ ദുൽഹിജ്ജ മാസമായതുകൊണ്ട് ഇതര ദിവസങ്ങളെക്കാളും റമദാനിന്റെ പകൽ സമയത്തെക്കാളും ശ്രേഷ്ഠതയുള്ള സമയമാണ് ദുൽഹിജ്ജയുടെ സന്ദർഭങ്ങൾ. 10 ദിവസങ്ങളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം. വളരെ ശ്രേഷ്ഠതയുള്ള നോമ്പുകളാണ് വരാനുള്ള നോമ്പുകൾ. ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളിൽ 9 ദിവസവും നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. ദുൽഹിജ്ജ 10ാമത്തെ ദിവസം ബലിപെരുന്നാളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് നോമ്പ് അനുഷ്ഠിക്കൽ ഹറാമാണ്. ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും നോമ്പ് പ്രിയപ്പെട്ടവരെ സ്വീകരിക്കപ്പെടുകയില്ല. അതുവരെയുള്ള 9 ദിവസങ്ങൾ, ഈ മുഹറമിന്റെ ആദ്യത്തെ 9 ദിവസങ്ങൾ പ്രിയപ്പെട്ടവരെ നോമ്പനുഷ്ഠിക്കൽ വളരെ സുന്നത്താണെന്ന് മഹാന്മാരായ ഇമാമികൾ രേഖപ്പെടുത്തുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ഈ ദുൽഹിജ്ജ മാസത്തിലുള്ള നോമ്പ് അതാ ഒരു മനുഷ്യന്റെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുന്ന നോമ്പാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഉദ്ധരിക്കുകയാണ്. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ അനുസ്മരിക്കാൻ നിമിത്തമായ സന്ദർഭങ്ങളാണ് ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കണം. ലോകത്തുള്ള ഒരുപാട് ആളുകൾ അഹങ്കാരികളായ, സ്വേച്ഛാധിപതികളായ, ദുർമാർഗികളായ ഒരുപാട് ആളുകളെ പാഠം പഠിപ്പിച്ച സന്ദർഭമാണ് പ്രിയപ്പെട്ടവരെ ഈ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾ എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിൽ നിന്ന് തൗറാത്ത് എന്ന് പറയുന്ന അതാ ഭരണഘടന വാങ്ങാൻ വേണ്ടി 30 ദിവസം നോമ്പനുഷ്ഠിച്ചു. അത് ഈ ദുൽഖഅദിന്റെ 30 ദിവസങ്ങളായിരുന്നു. നമ്മൾ ദുൽഖഅദിന്റെ അവസാനത്തെ നിമിഷത്തിലാണുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സൂര്യന്റെ അസ്തമയത്തോടുകൂടെ പ്രിയപ്പെട്ടവരെ നാം ചന്ദ്ര ദർശനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. കാരണം ഇന്ന് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ പിന്നെ 1 മണിക്കൂറും കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നത്തെ ചന്ദ്രൻ അസ്തമിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ ഒരു ധാരണ, തെറ്റായ ഒരു ധാരണ, പൊതുവായ ഒരു ധാരണ ഈ സദസ്സിൽ ഞാൻ തിരുത്തുകയാണ്. സാധാരണ നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം പിന്നെ ചന്ദ്രൻ ഉദിക്കുകയാണെന്നാണ്. അല്ല സഹോദരങ്ങളെ, ചന്ദ്രൻ സൂര്യനെ പോലെ തന്നെ നേരത്തെ ഉദിച്ചു കഴിഞ്ഞു. ഇനി ഇന്നത്തെ സൂര്യൻ അസ്തമിച്ചതിന്റെ ശേഷം ആണ് ചന്ദ്രൻ അസ്തമിക്കുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ, സൂര്യൻ അസ്തമിച്ച് ഒരു 40 മിനിറ്റ് ചന്ദ്രൻ അസ്തമിക്കാൻ ബാക്കിയുണ്ടാകുമ്പോൾ നമുക്ക് അതാ ചന്ദ്രനെ ദർശിക്കാൻ കഴിയുന്നു. അതേസമയം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ ചന്ദ്രൻ അസ്തമിക്കുമെങ്കിൽ അന്ന് ഒരിക്കലും മാസം കാണുകയില്ല. അതേസമയം സൂര്യൻ അസ്തമിച്ച് 10, 15, 20 മിനിറ്റ് കഴിഞ്ഞാണ് ചന്ദ്രൻ അസ്തമിക്കുന്നതെങ്കിലും പ്രിയപ്പെട്ടവരെ ചന്ദ്രനെ കാണാൻ മാർഗമില്ല. ഇന്നത്തെ ആസ്ട്രോളമി കണക്കനുസരിച്ച് സൂര്യൻ അസ്തമിച്ച് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ചന്ദ്രൻ അസ്തമിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ രാത്രിയിൽ ചന്ദ്രനെ കാണാനുള്ള ഒരു 99% പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സത്യത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് എങ്കിൽ ഈ ദുൽഖഅദ മാസം 30 ദിവസവും മഹാനായ മൂസാ നബി അലൈഹിസ്സലാം നോമ്പ് അനുഷ്ഠിച്ചു. എന്നിട്ട് അല്ലാഹുവിലേക്ക് പോകുകയാണ്. എന്തിനു വേണ്ടിയാ? തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി. പക്ഷേ നോമ്പ് അനുഷ്ഠിച്ചിട്ട് മഹാനവരുകളുടെ വായയിലുണ്ടായിരുന്ന നോമ്പുകാരൻ അനുഭവപ്പെടുന്ന പ്രത്യേകമായ ഒരു അവസ്ഥയുണ്ടല്ലോ, നമുക്കത് വളരെ മോശമായിട്ട് തോന്നും. പക്ഷേ അല്ലാഹുവിന്റെ അരികിൽ നോമ്പുകാരന്റെ വായയുടെ വാസനയ്ക്ക് കസ്തൂരിയേക്കാൾ വലിയ സുഗന്ധമാണെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ ആനവരുകളുടെ നോമ്പുകാരനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ വായയിലുള്ള പകർച്ച പ്രിയപ്പെട്ടവരെ വിശ്വാക്ക് ചെയ്ത് അത് മാറ്റിയപ്പോൾ അല്ലാഹുവിന്റെ മാലാഖയായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ വായയിലുണ്ടായ കസ്തൂരിയുടെ വാസന നിങ്ങൾ മിസ്വാക്ക് ചെയ്ത് ബ്രഷ് ചെയ്ത് മാറ്റിയത് കൊണ്ട് അതുപോലത്തെ ഒരു അവസ്ഥയിൽ അല്ലാഹുവിനെ നിങ്ങൾ കണ്ടുമുട്ടണമെന്ന് അല്ലാഹു താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് നിങ്ങൾ 10 ദിവസവും കൂടി
നോമ്പനുഷ്ഠിച്ചിട്ട് വേണം നിങ്ങൾ അല്ലാഹുവിനെ കാണാനെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ 10 ദിവസവും കൂടി നോമ്പനുഷ്ഠിക്കാൻ ഈ ദുൽഹിജ്ജ മാസത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിന് വഹി കൊടുക്കുകയും അങ്ങനെ കൃത്യമായ 40 ദിവസം നോമ്പനുഷ്ഠിച്ചതിന് ശേഷമാണ് പ്രിയപ്പെട്ടവരെ തൗറാത്ത് സ്വീകരിക്കുകയും ചെയ്തത് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ വിശുദ്ധമായ ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് വിവരിക്കുകയാണ്. എത്രയെത്ര ആളുകളെയാണ് അല്ലാഹു തആല പാഠം പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് നിങ്ങളെ ഞാൻ ഓതി കേൾപ്പിച്ച ആയത്തിലുള്ളത്. അലം തറ കൈഫ ഫഅല റബ്ബുക ആദ് ഗോത്രക്കാരെ എന്ത് ചെയ്തു എന്ന് നിങ്ങൾ നോക്കിയില്ലേ നബിയെ? നിങ്ങൾ അറിഞ്ഞില്ല നബിയെ? ഖുർആൻ ചോദിക്കുകയാണ്. വലിയ വലിയ തൂണുകൾ ഉണ്ടാക്കി ജീവിച്ചിരുന്ന ആ ഇറമ് ഗോത്രക്കാരെ, ആദ് ഗോത്രക്കാരെ എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്കറിയില്ലയോ? അവരുടെ ആയവും അവരുടെ നേട്ടവും പ്രിയപ്പെട്ടവരെ, ഒരാള് മരിച്ചു കിടക്കുന്നത് കണ്ടാൽ വല്ല ഈത്തപ്പന തടിയും വീണ് കിടക്കുകയാണോ എന്ന് തോന്നുന്ന വിധത്തിൽ വലിയ നേട്ടവും വലുപ്പവും ആയവും ഉയരവും തടിയുമൊക്കെയുള്ള ആ വിഭാഗം അവരെ എങ്ങനെയാണ് അല്ലാഹു തആല പാഠം പഠിപ്പിച്ചത്? ശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാണ്. പർവ്വതം തുരന്ന് പാറകൾക്ക് മടയുണ്ടാക്കി അത് വീടായി അതിന്റെ ഉള്ളിൽ സഞ്ചരിച്ചിരുന്ന സമൂഹ ഗോത്രക്കാരെ എന്ത് ചെയ്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല നബിയേ? وفرعون ذي الأوتاد الذين طغوا في البلاد. ഈ ലോകത്ത് അക്രമകാരികളായ അനീതി പ്രവർത്തിച്ച് ജീവിച്ച ആളുകളെ, അതാ ഫിർഔനെ പോലെയുള്ള ആളുകളെ പാഠം പഠിപ്പിച്ചത് നിങ്ങൾ അറിഞ്ഞില്ല നബിയേ? വിശുദ്ധമായ ഖുർആൻ പ്രിയപ്പെട്ടവരെ ചോദിക്കുകയാണ്. ഇതൊക്കെ ചോദിക്കുന്നത് ഏതിന്റെ കീഴിലാണ്? പ്രിയപ്പെട്ടവരെ, ഈ ദുൽഹിജ്ജയുടെ മഹത്വം എന്താണെന്ന് വിവരിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ആ ദുആ ചെയ്തിട്ട് 40 വർഷക്കാലം കഴിഞ്ഞതിന് ശേഷമാണ് പ്രിയപ്പെട്ടവരെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ശത്രുവായ ഫിർഔനെയും അതുപോലെ തന്നെ കിങ്കരന്മാരെയും ഒക്കെ അല്ലാഹു തആല വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്നത്. അല്ലാഹു നമുക്ക് നൽകുന്ന സന്ദേശം വലിയ സന്ദേശമാണ്. ഭരണാധികാരികൾ ഈ ലോകത്ത് അനിസ്ലാമികമായ തരത്തിൽ ഭരണം നടത്തുന്ന ഭരണാധികാരികൾ ഈ ലോകത്ത് ഒരുപാട് കടന്നു വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് ചരിത്രത്തിന്റെ ആവർത്തനമാണ് എന്ന് കരുതി അതൊന്നും നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഒരിക്കലും മങ്ങലേൽപ്പിക്കാൻ പാടില്ല. നിരന്തരമായി നാം അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. നൂറ്റാണ്ടുകൾ ഈ ലോകത്ത് ഭരണം നടത്തിയ ഫറോവയെ അല്ലാഹു തആല നശിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ ഒരു നാളായിരുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇതുപോലെ എത്രയെത്ര ഭരണാധികാരികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദിന്റെയും സമൂദിന്റെയും ഒക്കെ ചരിത്രം നമ്മിലേക്ക് ഇട്ടുതരുന്നത് അതായിരുന്നു. ലോകത്ത് പനയോളം വലുപ്പമുള്ള ഈത്തപ്പനയോളം വലുപ്പമുള്ള ശരീരങ്ങൾ അത് കൊടുത്തുകൊണ്ട് മലയുടെ ഇടുക്കുകളിൽ പാറ തുരന്ന് സഞ്ചരിച്ചിരുന്ന താമസിച്ചിരുന്ന ഒരു സമൂഹം. പ്രിയപ്പെട്ടവരെ, അവരെല്ലാം ചരിത്രത്തിൽ അല്ലാഹു തആല പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം ഈ സമയത്ത് ഒരുപാട് ചരിത്രങ്ങൾ അനുസ്മരിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഭരണാധികാരികൾ ലോകത്ത് മാറി മാറി വരും. അപ്പോഴൊന്നും നമ്മുടെ പ്രതീക്ഷകൾ ഒരിക്കലും തകരാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് നമ്മുടെ ദീനിന്റെ ചുറ്റുപാടുകൾക്കനുസരിച്ച് ജീവിക്കാൻ പര്യാപ്തമല്ലാത്ത ഒരവസ്ഥ സംജാതമാകുമോ എന്ന് പേടിച്ചപ്പോൾ നിരന്തരമായി നാം അല്ലാഹുവിനോട് ദുആ ചെയ്തു. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഭരണാധികാരിയെ പാഠം പഠിപ്പിക്കുന്ന വിധത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യം ഇപ്പോൾ നിയന്ത്രിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഓർക്കാനുള്ള ഒരു വലിയ സന്ദേശമാണ്, വലിയ ഒരു പാഠമാണ് പ്രിയപ്പെട്ടവരെ. അത് മറന്നു പോകാൻ പാടില്ല.
നാം നിരന്തരമായി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുക എന്ന് നമുക്ക് പറയാൻ അറിയില്ല. ചിലപ്പോൾ ഒരു പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ നല്ലതാണ് എന്ന് അറിഞ്ഞാലും ആ തീരുമാനങ്ങൾ എത്തിപ്പെടാൻ പ്രിയപ്പെട്ടവരെ ഒരുപാട് കാലം താമസിക്കേണ്ടി വരും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം എത്ര കാലം ദുആ ചെയ്തിട്ടാണ് തനിക്ക് ഒരു കുട്ടിയുണ്ടായത്. മൂസാ നബി അലൈഹിസ്സലാമിന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ ആ ഒരു സന്ദേശം മഹാനവരുകളെ അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിട്ട് പിന്നെയും ഒരു 40 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് തന്റെ ശത്രുവായ ഫറോവയെയും പ്രിയപ്പെട്ടവരെ അതുപോലെ ഫറോവയുടെ കിങ്കരന്മാരെയും ഒക്കെ നശിപ്പിച്ചു കളഞ്ഞത് എങ്കിൽ നമുക്ക് ഗുണകരമല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ മുമ്പിൽ കണ്ടാൽ പോലും നിരന്തരമായി അല്ലാഹുവിനോട് നാം ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ ഒരു നാൾ പ്രിയപ്പെട്ടവരെ നാം പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ വരും. ഒന്നും വന്നില്ലെങ്കിൽ തന്നെയും നമ്മോട് നിർദ്ദേശിക്കപ്പെട്ടത് അല്ലാഹുവിനുള്ള ആരാധന, അല്ലാഹുവിന് വേണ്ടിയുള്ള ആരാധനയാണ്. അത് മാത്രമാണ് പ്രിയപ്പെട്ടവരെ നാം നിർവഹിക്കേണ്ടത്. നമ്മുടെ ഒരു ആരാധനയും അല്ലാഹുവിനെ സ്വാധീനിക്കുന്നില്ല. പക്ഷേ സാഹചര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ദുൽഹിജ്ജയുടെ ഈ 10 ദിവസങ്ങൾ നോമ്പ് കൊണ്ട് നാം ഈ ദിവസത്തെ ബഹുമാനിക്കുക. അതുപോലെ തന്നെ ദുൽഹിജ്ജ മാസത്തിലെ 10-ാം ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള 1, 2, 3 ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഉദ്ഹിയ്യത്തിന് ആവശ്യമായ കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്തു തുടങ്ങണമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ ഞാൻ സൂചിപ്പിച്ചു, ഉദ്ഹിയ്യത്തിന്റെ കാര്യം പ്രത്യേകമായി ജമാഅത്ത് അടിസ്ഥാനത്തിൽ തന്നെ സംഘടിതമായി നിർവഹിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നത് നല്ലതാണ് എന്ന് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സൂചിപ്പിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി അത് മുഖവിലക്കെടുക്കുകയും അതിനെ തുടർന്ന് പ്രിയപ്പെട്ടവരെ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുകയും സാമൂഹ്യമായിട്ട് തന്നെ നമുക്ക് ഉദ്ഹിയ്യത്ത് അറുക്കാമെന്ന് തീരുമാനിക്കുകയും പ്രിയപ്പെട്ടവരെ 10ഓളം കന്നുകൾ അറുക്കാനുള്ള സാഹചര്യങ്ങൾ ഏകദേശം ഇവിടെ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാളുടെ ഒരു ഷെയർ 9,000 രൂപ എന്ന വിധത്തിൽ നാം വാങ്ങിച്ചുകൊണ്ട് ജമാഅത്തിന്റെ കീഴിൽ ഔദ്യോഗികമായിട്ട് തന്നെ ഇൻഷാ അല്ലാഹ് ബലിദാനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. വിനീതനായ ഞാനും അതിലൊരു ഷെയർ പങ്കാളിയാകണം എന്ന് അവരെ അറിയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്സദഖത്തു റദ്ദുൽ ബലായ, നമ്മുടെ ബലാകളെ, മുസീബത്തുകളെ, രോഗങ്ങളെ, വിഷമങ്ങളെ, പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ, അരക്ഷിതാവസ്ഥയെ നമുക്ക് തരണം ചെയ്യാൻ, അതിനെ തടുക്കാൻ, ഒരു പരിധിവരെ സുഗമമായി ജീവിക്കാൻ വളരെ ഫലവത്തായ ഒരു അമലാണ് പ്രിയപ്പെട്ടവരെ ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത്. സംഘടിതമായി നാം അതിന് മുന്നേറുമ്പോ അൽഹംദുലില്ലാഹ് നമ്മൾ ആരൊക്കെയാണ് ഈ ഒരു നല്ല സദുദ്യമത്തിൽ പ്രിയപ്പെട്ടവരെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തത്, ഇതിന്റെ പിന്നോടിയായി വരുന്ന സന്ദർഭങ്ങളിലെല്ലാം ഈ ഒരു ആദ്യ വർഷം അതിനോട് സഹകരിച്ച ആളുകൾ, ഈ ഒരു സൽക്കർമ്മം ഇവിടെ നിലനിൽക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അതിനോട് സഹകരിക്കുന്ന കമ്മിറ്റി ഭാരവാഹികൾ 100% അതിനെ പിന്താങ്ങി പ്രിയപ്പെട്ടവരെ ഈ ജമാഅത്തിന്റെ അംഗങ്ങൾ അതിനോട് ഭാഗവത്താകുമ്പോൾ ഇനി ഖിയാമത്ത് നാൾ വരെ ഇവിടെ നടക്കുന്ന എല്ലാ സംരംഭങ്ങളുടെയും ഒരംശം പ്രിയപ്പെട്ടവരെ നമുക്കുള്ളതാണ്. കാരണം മൻ സന്ന സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ, അല്ലാഹുവിന്റെ റസൂലാണ് പഠിപ്പിച്ചത്. നിങ്ങൾ എന്റെ ഒരു സുന്നത്ത് നിങ്ങൾ ആരെങ്കിലും നടപ്പിലാക്കിയാൽ ആ നടപ്പിലാക്കിയ ചര്യ കൊണ്ട് പിന്നെ ആരെങ്കിലും അതിനെ പിന്താങ്ങി അതിന്റെ പിൻഗാമികളായി കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ അതിന്റെയൊക്കെ ഒരംശം ആദ്യമായി ആ ചര്യ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് അതിന്റെ കൂലെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അനുസ്യൂതം അനവരതം പ്രിയപ്പെട്ടവരെ അവർക്ക് ലഭിക്കുമെന്ന് പറയുന്നത് പ്രവാചകനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കാശാണ് എന്തിനൊക്കെ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നു. അതുകൊണ്ട് ഓരോ വീട്ടുകാരും പറ്റാവുന്നവരൊക്കെ പ്രിയപ്പെട്ടവരെ 9,000 രൂപ ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ
അദ്ദേഹത്തിന്റെ ഒരു ഷെയറായി ആ വീട്ടിലെ ഒരു കുടുംബനാഥൻ അതിൽ പങ്കാളിയാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ഒരു ഷെയറിൽ വീട്ടുകാരെ എല്ലാവരെയും ഒന്നിപ്പിക്കാൻ കഴിയില്ല, ഉദ്ഹിയ്യത്തിന്റെ കൂലി എന്ന നിലക്ക് കഴിയില്ല. എങ്കിലും കുടുംബനാഥൻ എന്ന നിലയിൽ ഞാൻ അറുക്കാമെന്ന് പറഞ്ഞൊരാൾ മുന്നോട്ട് വരുമ്പോൾ ആ വീട്ടുകാര് മൊത്തത്തിൽ അറുത്തതിന് അത് തുല്യമാണ്. നമ്മൾ അറുത്തതിന്റെ ആ ഒരു കൂലി മരണപ്പെട്ട പിതാവിനും മാതാവിനും ഒക്കെ ഹദിയ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ വളരെ ഫലവത്തായ ഒരു സ്വതക്കയാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും പരമാവധി ഒരു വീട്ടിൽ നിന്ന് ഒരു ഷെയർ എന്ന രൂപത്തിൽ നമ്മളതിൽ പങ്കാളിയാകണം. അൽഹംദുലില്ലാഹ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കമ്മിറ്റി ഭാരവാഹികൾ പല വീടുകളിലുമൊക്കെ ചെന്നപ്പോ സ്വകാര്യമായി ആടിനെ അറുക്കുന്നവരുണ്ട്, മാടിനെ അറുക്കുന്നവരുണ്ട്. നെറ്റിയാട് പ്രദേശത്ത് എത്രയോ വർഷങ്ങളായി 5ഉം 6ഉം ഒക്കെ കന്നുകളെ അറുത്തു വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാം സ്വാഗതം തന്നെയാണ്. അത് ആ ഏരിയ തിരിച്ചുകൊണ്ട് അങ്ങനെ പോകട്ടെ. എന്നാലും നമ്മുടെ ഈ ഭാഗത്ത് അവരുടെ വിതരണം എത്താത്ത വീടുകളിലെങ്കിലും നമുക്ക് എല്ലാ വീടുകളും കവർ ചെയ്ത് നമ്മുടെ ജമാഅത്തിന്റെ കീഴിൽ താമസിക്കുന്ന എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തി പ്രിയപ്പെട്ടവരെ കൊടുക്കാവുന്ന ആളുകൾക്കെല്ലാം കൊടുത്ത് വളരെ ഭംഗിയായി ഈ കാര്യം വിജയിപ്പിക്കേണ്ടതുണ്ട്. ഇത് ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയല്ല, വലിയ ഒരു സുന്നത്താണ്. സുന്നത്തുകളും മരിച്ചു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും സുന്നത്ത് ഹയാത്താക്കിയാൽ ഫലഹു അജ്റു മിഅത്തി ശഹീദ്, 100 രക്തസാക്ഷിയുടെ കൂലിയാണ് അവന് ലഭിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ജമാഅത്തിൽ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു സുന്നത്ത് നടപ്പിലാക്കണം. ഈ സുന്നത്ത് ജമാഅത്ത് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുമ്പോൾ എന്താണ്, എല്ലാവരും അതുമായി സഹകരിക്കും, എല്ലാവർക്കും അത് ചെയ്യണമെന്ന ഒരു ആഗ്രഹമുണ്ടാകും. എല്ലാ വീടുകളിലും പ്രിയപ്പെട്ടവരെ നമുക്ക് മാംസം എത്തിക്കാൻ കഴിയും. അത് ഒരു നല്ല ചര്യയായി, സുന്നത്തായി, നല്ല ഒരു പ്രവർത്തനമായി കണ്ടുകൊണ്ട് എല്ലാ ആളുകളും അതിനോട് സഹകരിക്കണം. അൽഹംദുലില്ലാഹ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജമാഅത്തിന്റെ കമ്മിറ്റി അംഗങ്ങൾ അവിടെ പുറത്ത് മേശയിട്ട് ഇരിപ്പുണ്ട്. നിങ്ങളൊക്കെ അതിൽ ഭാഗവത്താകണം. ഫണ്ട് ഇന്ന് കൊടുത്തില്ലെങ്കിലും പേര് കൊടുത്ത് അവർ പറയുന്ന ദിവസത്തിനുള്ളിൽ പ്രിയപ്പെട്ടവരെ ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കണമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഉദ്ഹിയ്യത്ത് അറുക്കാൻ താല്പര്യമുള്ള ആളുകൾ ഇന്ന് മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇന്നത്തെ മഗ്‌രിബ് വരെയാണ് നമ്മുടെ താടിയും മുടിയും നഖവും ഒക്കെ നീക്കം ചെയ്യാൻ പാടുള്ളൂ. ഉദ്ഹിയ്യത്ത് അറുക്കുന്ന ആളുകൾ, ഒരാൾ അറുക്കുന്നു എന്ന് കരുതി വീട്ടുകാർ മുഴുവനും അത് ചെയ്യണമെന്നില്ല. അറുക്കുന്ന ആ വ്യക്തി പ്രിയപ്പെട്ടവരെ താടിയും മുടിയും നഖവും ഒന്നും ഇന്ന് മഗ്‌രിബ്, സൂര്യന്റെ ഉദയം, ചന്ദ്രന്റെ ഉദയം മുതൽക്ക് പിന്നെ അറുക്കുന്നത് വരെയും നഖം വെട്ടാനും മുടി വെട്ടാനും സേവ് ചെയ്യാനും രക്തം കളയാനും ഒന്നും പാടില്ല എന്ന് ഈ സമയത്ത് ഓർക്കുകയാണ്. മൃഗം വാങ്ങിയ ആളുകൾ, വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പ്രിയപ്പെട്ടവരെ മൃഗത്തെ നല്ലപോലെ സംരക്ഷിക്കുകയും അതിനുവേണ്ട ഒത്താശകളെല്ലാം ചെയ്തു കൊടുക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദമായി ഖുർആനിൽ ബലിദാനം നടത്താൻ പോകുന്ന മൃഗത്തെ ബഹുമാനിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം പറയുന്നുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല, സ്കൂളുള്ള ദിവസമാണ്, അതുകൊണ്ട് വളരെ ചുരുക്കിയാണ് ഞാൻ പറയുന്നത്. എല്ലാ ആളുകളും ആ കാര്യത്തിൽ ഭാഗവത്താകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ.